ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം, തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം, തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം, തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം.
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിനൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ശീമോൻ പത്രോസിനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും ആദ്യമായി കാണുമ്പോൾ അവരോട് പറഞ്ഞ വാക്യമാണ് നാം വായിച്ച് കേട്ടത്. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞാൽ അതിന് തിരുവചനത്തിൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഹൗ ടു ഫിഷ് ദ സോൾ ഓഫ് മെൻ എന്നാണ്. അതായത് മനുഷ്യൻ്റെ ആത്മാക്കളെ നേടുക എന്നതാണ്. നരകത്തിലേക്ക് പോകുന്ന പാപത്തിൽ പെട്ടുകിടക്കുന്ന മനുഷ്യ ആത്മാക്കളെ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുക എന്നുള്ളതാണ് ആത്മാക്കളെ നേടുക എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് തന്നെ ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിലേക്ക് ആളുകളെ മുതൽക്കൂട്ടുക, ദൈവരാജ്യത്തിന് അനുരൂപമായിട്ട് മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിക്കുക, പിശാചിൻ്റെ പിടിയിലായിപ്പോകുന്ന മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കൊടുത്ത് അവരെ ഉദ്ധരിക്കുക, അവന് യേശുവിന് വേണ്ടി നേടുക. ഇതായിരുന്നു രക്ഷാപദ്ധതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതി എന്ന് പറയുന്നതും അതുതന്നെയായിരുന്നു. പാപം ചെയ്ത് പറുദീസ നഷ്ടപ്പെട്ടു പോയ ഈ മനുഷ്യനെ നിത്യരാജ്യത്തിലേക്ക് വേണ്ടി നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ആ രക്ഷാപദ്ധതിയിൽ നാം ഓരോരുത്തരും അംഗങ്ങളായി തീരണമെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഖേദമുണ്ടാകുകയും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടാൻ നാം നിയുക്തരായിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. മീൻ പിടിക്കുക എന്നത് ഒരു ഭൗതികമായ കാര്യമാണ്. അത് ഈ ലോകത്തിൻ്റെ ജീവിതചര്യകളിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആത്മാക്കളെ നേടുവാൻ വരണമെന്ന്. ആദ്യമായി കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ആത്മാക്കളെ നേടണമെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ പോകണമെന്ന്. യേശുവിൻ്റെ പിന്നാലെ പോയാൽ മാത്രമേ മനുഷ്യൻ ആത്മാക്കളെ നേടാൻ പറ്റുകയുള്ളൂ. അതായത് മനുഷ്യൻ മാമോദീസായിലെടുത്ത തീരുമാനത്തെ പുതുക്കേണ്ടിയിരിക്കുന്നു. പിശാചിനെയും അവൻ്റെ പിന്നണിയാളുകളെയും ഉപേക്ഷിച്ച് അവൻ്റെ പ്രവൃത്തികളെയെല്ലാം ഉന്മൂലനം ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ ക്രിസ്തുവിനെ പിൻപറ്റാൻ പറ്റുകയുള്ളൂ. പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റു പറയുക എന്നതാണ്. അതിന് നാം യേശുവിൽ നിന്ന് പഠിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നുഖമേറ്റുകൊണ്ട് പഠിക്കുവിൻ എന്നാണ് യേശു പറയുന്നത്. അവൻ്റെ നുഖമെന്താണ്? സൗമ്യതയും താഴ്മയും ലഘുവും മൃദുവുമായ യേശുവിൻ്റെ നുഖം. അതേറ്റ് അവനോട് പഠിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ നേടുവാൻ പറ്റുകയുള്ളൂ. ഒരു ജലാശയത്തിൽ പെട്ടുപോകുന്ന നീന്തൽ വശമില്ലാത്ത ഒരാളെ നീന്തലറിയില്ലാത്ത ഒരാൾക്ക് ചെന്ന് രക്ഷിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യനെ നാം ആത്മാവിൽ വീണ്ടെടുക്കണമെങ്കിൽ ആദ്യം നമ്മിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമേ, സ്വന്തം ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റാത്മാക്കളെ നേടുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ അനേകർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന ധാരണയിൽ ജീവിക്കുന്നവരുണ്ട്. അനേകം ക്രൈസ്തവരും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കുടിയിരിപ്പ് ഭവനമായിട്ട് അവർ മാടിയെന്നും അവർ അറിയാതെ വിശ്വസിച്ചു പോകുന്നുമുണ്ട്. വിനയവും സൗമനസ്യവും മുഖപ്രസന്നതയുമെല്ലാം കാണുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാറുണ്ട്. വർഷങ്ങൾ കൊണ്ടുള്ള തഴക്കത്തിലും പഴക്കത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിലനിൽക്കണമെന്നില്ല. ആത്മാവിൽ ജീവനില്ലാത്തവർക്ക് തിരുവചനം വിളിക്കുന്ന മറ്റൊരു പേരാണ് കപടഭക്തിക്കാരെന്ന്. അവർ മറ്റുള്ളവരെ വിമർശിക്കുകയായിരിക്കും. സ്വന്തം കണ്ണിലെ കോല് ഇരിക്കെ തന്നെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് മാറ്റുവാൻ അവർ ശ്രമിക്കും. സ്വന്തം ഹൃദയത്തിൻ്റെ കുറവുകളെ അവർ തിരിച്ചറിയുകയില്ല. എന്നാൽ മറ്റ് മനുഷ്യരുടെ കുറവുകളെ അവർ തിരിച്ചറിഞ്ഞ് അതിനെ വിമർശിക്കുകയും അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് കുറ്റം പറയുകയും ചെയ്യുന്നൊരു സ്വഭാവം, അത് പരിശുദ്ധാത്മാവില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. അതിനെ കപടഭക്തിക്കാരെന്നാണ് വിളിക്കുന്നത്. അത് അവർ അങ്ങാടിയിൽ വന്ദനവും മുഖ്യാസനവും മാത്രം പ്രതീക്ഷിച്ച് ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്നാൽ ആത്മാവിലെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിലെ ജീവൻ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. വെളിച്ചമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് സാക്ഷാൽ വെളിച്ചമെന്ന് പറയുന്നത്. യേശു ഒരിക്കൽ പറഞ്ഞു,
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവിടെ ജീവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു എന്ന പ്രകാശം വരുമ്പോൾ മാത്രമേ അന്ധകാരം മാറിപ്പോവുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവിടുത്തെ അന്ധകാരം മാറിപ്പോകുന്നു. ഒരു ഭവനത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ആ ഭവനത്തിലെ അന്ധകാരം മാറിപ്പോകുന്നു. ആ ഭവനത്തിലെ അസമാധാനത്തിൻ്റെ എല്ലാ മുഖങ്ങളും മാറിപ്പോകുന്നു. ഒരു കാലത്ത് കർത്താവായ യേശു ക്രിസ്തു സെബുലൂൺ നാടുകളിലേക്കും നഫ്താലി ദേശങ്ങളിലേക്കുമെല്ലാം കടന്നു ചെന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നത് സാധ്യമായി. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സിലിരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്നെഴുതിയിരിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ന പ്രകാശം കടന്നു ചെല്ലുമ്പോൾ മാത്രമേ, ഒരു വെളിച്ചം കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് ആത്മാവിൽ ജീവൻ കിട്ടുകയുള്ളൂ. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിച്ചത്തിന് പിറകെ നടക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. ഒരു മനുഷ്യന് ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം വേണം, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് വേണം. എന്നാൽ അനേകം ക്രൈസ്തവരും ഇന്ന് ചുളുവിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ശ്രമിക്കുന്നവരാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടും ഏതെങ്കിലുമൊക്കെ ആചാരത്തിൻ്റെ മറപിടിച്ചുകൊണ്ടും ഏതെങ്കിലുമൊക്കെ ചട്ടവട്ടങ്ങളുടെ മറപിടിച്ചുകൊണ്ടും ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ, ചുളുവിൽ കടക്കുവാൻ അനേകർ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേകം ജനങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്നാനം കൈക്കൊണ്ട് തിരികെ പോകുന്നത് കണ്ട സാധുക്യന്മാരും പരീശന്മാരും ഈ വേള ഉപയോഗിക്കാമെന്ന് കരുതി അവരും യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അവരെ നോക്കി വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. വരുവാനുള്ള കോപത്തെ തടയുവാനായി ഈ സ്നാനം കൊണ്ടാകുമോ എന്നാണ് യോഹന്നാൻ സ്നാപകൻ്റെ ചോദ്യം. വരുവാനുള്ള ദൈവത്തിൻ്റെ കോപത്തെ ഏതെങ്കിലും കാര്യപരിപാടികൾ കൊണ്ട് തടയുവാൻ പറ്റുമോ എന്നാണ്. വരുവാനുള്ള ദൈവത്തിൻ്റെ കോപത്തെ ഏതെങ്കിലും പണം കൊടുത്തു വാങ്ങുന്ന റെസിപ്റ്റുകൾ കൊണ്ട് തടയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റണമെങ്കിൽ നാം ആത്മാർത്ഥമായി ഒരു മനസ്സാന്തരത്തിലേക്ക്, അനുഭവത്തിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. ആത്മാവിൽ ജീവൻ പ്രാപിച്ചവർക്കേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുകയുള്ളൂ. ആത്മാവ് എന്ന് പറയുന്നത് എന്താണെന്ന് തിരുവചനത്തിൽ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാണ് ആത്മാവെന്ന് പറയുന്നത്. വചനമാണ് ആത്മാവ്. സഹോദരങ്ങളെ, നാം വചനം കേൾക്കണം, വചനം കേൾപ്പിക്കണം. വചനത്തിൽ രസിക്കുമ്പോഴാണ് ആത്മാവ് വരുന്നത്. അനേകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തോട് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം ഓരോ കാര്യത്തിനും മനുഷ്യന് ഓരോ മറുപടി കൊടുക്കുന്നുണ്ട്. ദൈവം ഉത്തരമരുളുന്ന ദൈവമാണ്. ആ ഉത്തരങ്ങൾ ഏതിലൂടെയാണ് വരുന്നത്? മനുഷ്യൻ്റെ മുമ്പിൽ അശരീരിയായിട്ട് വന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് അതിന് ഉത്തരം കൊടുക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവം ഉത്തരം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കണമെന്നും വചനം കേൾപ്പിക്കണമെന്നും തദ്വാര മനുഷ്യരെ ആത്മാവിലാക്കണമെന്നും നാം പറയുന്നതിന് കാരണം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ ദൈവസന്തതിയായവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു എന്ന് പറയുന്നു. വചനത്തിൻ്റെ കേൾവി എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ആത്മീയ ഗോളത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിക്കോദീമോസിനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. വെള്ളത്താൽ എന്നുള്ള ജനനം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനത്താലുള്ള ജനനമാണ്. ദൈവവചനത്താൽ ഒരുത്തൻ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെ ജനിപ്പിക്കുന്നത്, വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവവചനമാകുന്നു. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനിൽ രൂപാന്തരം വരുത്തുകയുള്ളൂ. അതുകൊണ്ട് നാം ദൈവവചനം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ആദ്യമായിട്ട് അതിന് എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം കേട്ടാണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന വരുന്നത്. ഹൃദയത്തിൻ്റെ ഒരു പരിച്ഛേദനയ്ക്കാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതുണ്ടാവണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കണം. യിരെമ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സകല ജാതികളും അഗ്രഹർമ്മികളല്ലോ, എന്നാൽ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രഹർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹൃദയത്തിലെ അഗ്രചർമ്മമാണ്.
ഹൃദയമാണ് പരിച്ഛേദനയേൽക്കേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്, മനസ്സാണ് രൂപാന്തരപ്പെടേണ്ടത്. അങ്ങനെ രൂപാന്തരപ്പെട്ട് മാനസാന്തരം പ്രാപിച്ചവർക്ക് മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റി ആത്മാക്കളെ നേടുവാൻ പറ്റുകയുള്ളൂ. അവരുടെ ഹൃദയത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ട് ആത്മാവ് വേണമെങ്കിൽ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടണം. ഒന്നാമത് ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. നമുക്ക് രണ്ടാമത് ആത്മാവ് എന്താണെന്ന് നോക്കാം. കോരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവാണ് ആത്മാവ്. നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജീവിക്കുന്നുവെങ്കിൽ നാമും ജീവിക്കുമെന്നാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയും, ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാമും ജീവിക്കുമെന്നാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മിൽ കുടികൊള്ളേണ്ടത്. ആ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനമായിട്ടാണ് നാം മാറേണ്ടത്. ഒന്നാമത് വചനമാണ് ആത്മാവ്, രണ്ടാമത് ക്രിസ്തു തന്നെയാണ് ആത്മാവ്, യേശുവാണ് ആത്മാവ്, കർത്താവാണ് ആത്മാവ്. ഈ ആത്മാവിൻ്റെ വിളി നാം തിരിച്ചറിയണം സഹോദരങ്ങളെ. അനേകരുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കടന്നു വന്ന് ദൈവത്തിലേക്കുള്ള വിളി തിരിച്ചറിയാൻ പറ്റുന്നില്ല. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുന്നവരാണ്. അത് തിരിച്ചറിയുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. അനേകം ക്രൈസ്തവ ഗോളത്തിൽപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെയുള്ള വിളി തിരിച്ചറിയുവാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പത്രോസിനെ അവിടെ വിളിക്കുകയായിരുന്നു. ശീമോനെ എന്നായിരുന്നു ആദ്യത്തെ വിളി. അത് നാം വായിച്ചു കേട്ടത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ആയിരുന്നുവെങ്കിൽ അത് കൂടുതൽ അല്പം കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പത്രോസിനെ വിളിക്കുകയാണ്, ഷീമോനെ ഷീമോനെ എന്നാണ് വിളി. ഷീമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം നാം പഠിക്കണം. അത് നദീതീരത്തെ ഞാങ്ങണ എന്നാണ് അർത്ഥം. അത് ഞാങ്ങണ എന്ന് പറഞ്ഞ വൃക്ഷത്തിന് അതിബലമില്ല. അത് നദീതീരത്ത് ഇരിക്കുമ്പോൾ അത് ചാഞ്ഞു നിൽക്കും. അത് ഉഷ്ണം തട്ടുമ്പോൾ അതൊരു സ്ഥലത്തേക്ക് വാടിപ്പോവുകയും ചാഞ്ചാടിപ്പോവുകയും ചെയ്യും. ഒരു ശീലക്കാറ്റടിച്ചു കഴിയുമ്പോൾ അത് ഒരു വശത്തേക്ക് ആടിപ്പോവുകയും മാറിപ്പോവുകയും ചെയ്യും. അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ വരുമ്പോൾ ചാഞ്ചാട്ടം വരുന്നു. ശീമോനെ എന്നാണ് വിളി. നീ ചാഞ്ചാട്ടക്കാരനാണ്. നീ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാതെ കർത്താവിലേക്ക് തിരിയാതെ നീ ചാഞ്ചാടുന്നവനാണ്. നിന്റെ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. ആരെങ്കിലും ഒന്ന് ഭയപ്പെടുത്തി നീ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ചാഞ്ചാട്ടം വരുന്നു. നിനക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരികയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ മനസ്സ് ഭാരപ്പെടുന്നു, ചാഞ്ചാടിപ്പോകുന്നു. അങ്ങനെ അനേകരുടെ ആത്മാവ് കെട്ടുപോകുന്നു. ആത്മാവിൻ്റെ തിരി പലരിലും കെട്ടുപോകുന്നു. മനസ്സ് വല്ലാതെയായി പോകുന്നു. മനസ്സിൽ സ്വസ്ഥതയില്ലാതാകുന്നു. കുടുംബത്ത് അസമാധാനം വരുന്നു, കടഭാരം വരുന്നു, രോഗം വരുന്നു, ഇത്യാദി വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകുന്നു. അവൻ ക്രിസ്തുവിൽ നിന്ന് മുഖം പതിയെ തിരികെ മാറ്റുന്നു. ഇതിനെയാണ് ഈ ചാഞ്ചാട്ടം എന്ന് പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഒരു കരകയറ്റം ഉണ്ടാകുമോ? ഒരു കച്ചിത്തുരുമ്പെങ്കിലും പിടിക്കാൻ പറ്റുമോ? ഒരു ആശയൊക്കെയും അറ്റുപോയ അനേകം ക്രൈസ്തവർ നിൽക്കുന്നു. അവർക്ക് എങ്ങനെ ഒരു ഉദ്ധാരണം ഉണ്ടാകും? അവർക്ക് നല്ലൊരു നാളെ ഉണ്ടാകുമോ? നല്ലൊരു ശുഭപ്രതീക്ഷയുണ്ടാകുമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ അവർക്ക് നാഥനും കർത്താവുമായി അവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ വചനത്തിൽ അവർക്ക് പരിലസിക്കാൻ പറ്റുമോ? യേശുവിനെ വിളിക്കുകയാണ്, ഷീമോനെ ഷീമോനെ എന്ന് വിളിച്ച് കർത്താവ് പറയുകയാണ്, നീ കേഫായായി വരുമെന്ന്. നീ കേഫയായി വരും. നീ പത്രോസാകുന്നു. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ പോലെ എന്നാണ്. പാറ പോലെ ഉറപ്പുള്ളവനാണെന്ന്. നീ പത്രോസാകുന്നു. നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ പാറ പോലെ ഉറച്ചു വരുമെന്നാണ് പറഞ്ഞത്. നീ ഒരു കാലത്ത് ചാഞ്ചാട്ടക്കാരനായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിന്റെ ഹൃദയം വാടിപ്പോകുമായിരുന്നു. എന്നാൽ ഞാൻ പറയുകയാണ്, യേശു പറയുകയാണ്, നീ പത്രോസായി വരും. നീ വചനത്തിന്മേൽ ഉറച്ചു നിൽക്കും. നിന്റെ ആത്മീയ ജീവിതം സുസ്ഥിരതയുള്ളതാകും എന്ന് പത്രോസിനോട് പറയുകയാണ്. അങ്ങനെ പത്രോസ് ഉറപ്പും ധൈര്യവും പ്രാപിച്ചവനായി നിന്നു. പത്രോസിൻ്റെ പിന്നീടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും ഉറപ്പും ധൈര്യവും പ്രാപിച്ചതായിരുന്നു. പത്രോസ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 68-69 വാക്യത്തിലൂടെ നമുക്ക് പോകുമ്പോൾ അറിയാം, പത്രോസ് ഒരിക്കൽ പറയുകയാണ്, നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞു. ഒരിക്കൽ കർത്താവിനോട് പറയുകയാണ്, എല്ലാവരും വിട്ടുപോയാലും ഞാൻ നിങ്ങൾ ഇടറുകയില്ല എന്ന് പറഞ്ഞു. വേറൊരവസരത്തിൽ പത്രോസ് പറഞ്ഞു, നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞു.
മറ്റൊരവസരത്തിൽ അല്പം കൂടി വീര്യത്തോടുകൂടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ പിൻപറ്റി നിന്നു. യേശു ക്രിസ്തുവിൽ നിന്ന് ഒരു കാലത്തും പിന്മാറുകയില്ല എന്ന് പറഞ്ഞു. ആത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങനെ ഉറച്ച് പറയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സമൂഹത്തിൽ ഏറ്റുപറയും. ഒരു ലജ്ജയും നമുക്കുണ്ടാകുകയില്ല. എൻ്റെ യേശു എനിക്ക് നാഥനാണ്, എൻ്റെ യേശു എൻ്റെ കുടുംബത്തെ നാഥനാണ്, എൻ്റെ മക്കളുടെ കാര്യം നോക്കുന്നത് എൻ്റെ യേശുവാണ്, എൻ്റെ മാതാപിതാക്കളുടെ കാര്യവും എൻ്റെ ചാർച്ചക്കാരുടെ കാര്യവും എൻ്റെ കൂട്ടായ്മയുടെ കാര്യവും നടത്തിത്തരുന്നത് എൻ്റെ യേശുവാണ്. ആ ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടാകും. പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം ഉറപ്പും ധൈര്യവും ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പെട്ടെന്ന് വാടിപ്പോയി. രംഗം പെട്ടെന്ന് മാറുകയാണ്. ഒരിക്കൽ മഹാപുരോഹിതൻ്റെ ബാല്യക്കാരൻ പറഞ്ഞു, നീ ആ കൂട്ടത്തിലുള്ളവനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പത്രോസ് പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പത്രോസിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഞരക്കത്തിലേക്ക് വരികയാണ്. ലോക സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ജഡീക ഭയം പത്രോസിനെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ വാക്കാൽ തള്ളിപ്പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. ഏതെങ്കിലും സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം തള്ളിപ്പറയേണ്ടതായ സാഹചര്യം വന്നിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ കർത്താവല്ല എന്ന് നാം എപ്പോഴെങ്കിലും പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പാപം വന്നു കഴിയുമ്പോൾ യേശു മുഖം തിരിച്ചു പോകും. പാപം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. നാം ഒരു പാപത്തിലകപ്പെടുകയും പാപത്തോട് നാം പറ്റുമാനം വയ്ക്കുകയും ചെയ്യുമ്പോൾ, ഒരു പാപമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആ പാപം ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാകും. അങ്ങനെയാണ് നാം ഓരോരുത്തരും യേശുവിൽ നിന്ന് അകന്നു പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകും. ആത്മാവ് നമ്മിൽ നിന്ന് മാറിപ്പോകും. പിന്നെ നമ്മെ നയിക്കുന്നത് വേറെ ഏതെങ്കിലും ആത്മാക്കളായിരിക്കും. സഹോദരങ്ങളെ, അവിടെ പത്രോസിന് അല്പം ചാഞ്ചാട്ടം വരികയാണ്. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൻ്റെ 2 ദോഷങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ടെന്ന് തിരുവചനം പറയുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിലെ 2 ദോഷങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. 2 ദോഷമാണ് ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു. യേശുവിനെ വേണ്ട, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ വേണ്ട, ജീവജലം വേണ്ട, നിത്യത വേണ്ട, ആത്മാവ് വേണ്ട എന്നാണ് പറയുന്നത്. അതാണ് ഒരു കൂട്ടര്. രണ്ടാമത്തെ കൂട്ടർ ഏതാണ്? വെള്ളമില്ലാത്ത കിണർ കുഴിക്കുന്ന ജീവിതം. എന്താണത്? ആത്മാവില്ലാത്ത ആചാരങ്ങളും ആത്മാവില്ലാത്ത ശുശ്രൂഷകളും ആത്മാവില്ലാത്ത ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനെയാണ് വെള്ളമില്ലാത്ത കിണർ കുഴിക്കുക എന്ന് പറയുന്നത്. ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവായ യേശു ക്രിസ്തുവിനെ മറന്നുപോകുന്നു. ഇന്ന് അനേകം ദൈവമക്കളും ഇന്ന് അനേകം ക്രൈസ്തവരും ഇല കൊഴിഞ്ഞും വേരറ്റുപോയ വൃക്ഷങ്ങൾക്ക് സമാനമായി ജീവിക്കുന്നു. കാറ്റത്തോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളെപ്പോലെ ജീവിക്കുന്ന ക്രൈസ്തവരാണ്. യൂദായുടെ ലേഖനം 12-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ വായിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കാണാവുന്നതാണ്. എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോകുന്നത്? ഈ 2 തരം ദോഷം പ്രവർത്തിക്കുവാൻ എന്താണ് കാരണം? മനുഷ്യനിൽ പാപമാണ് കാരണം. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപവും മനുഷ്യനിൽ അന്തർലീനമായി നിൽക്കുന്ന പാപവുമാണ് ഇതിന് കാരണമെന്ന്. ആത്മാവിൽ നശിച്ചു പോകുന്നു. പാപം വരുമ്പോൾ ആത്മാവ് ഞരക്കത്തിലാകുന്നു. ആത്മാവിൽ മനുഷ്യൻ നശിച്ചു പോകുന്നു. അത് പത്രോസ് അപ്പോസ്തലൻ വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുകയാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, പത്രോസ് അതിദുഃഖത്തോടെ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു എന്ന്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളാണ്. അവൻ്റെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിന് പരിപൂർണമായി വിധേയപ്പെടുകയാണ്. ചെയ്തു പോയ തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയില്ല. അതിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയായിരിക്കും. പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ വീണ്ടെടുപ്പ് ആരംഭിക്കുകയായിരുന്നു. ആത്മാവിന് സ്വാതന്ത്ര്യം കിട്ടുകയായിരുന്നു. ആത്മാവിൽ വീണ്ടെടുപ്പ് ആരംഭിക്കുകയായിരുന്നു. അത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നുവെന്ന്. യേശു ക്രിസ്തു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ
പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഇനി ഒരിക്കലും വരികയില്ല എന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അവനിലെ പാപപ്രമാണം മുഴുവൻ മാറുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് വരികയാണ്. അതാണ് ആ പ്രമാണത്തെക്കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം 8-2 വായിച്ച ആത്മാവിൻ്റെ പ്രമാണമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ സ്വാതന്ത്ര്യമാണ് നാം പ്രാപിക്കേണ്ടത്. ക്രിസ്തുവിലുള്ള ആ സ്വാതന്ത്ര്യമാണ് നാം ഇപ്പോൾ പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായി നാം ഈ ഭൂമിയിൽ വേല ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ സ്തേഫാനോസ് ക്രിസ്തുവിൽ ധൈര്യശാലിയായി തീർന്നു. സ്തേഫാനോസ് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനായി സംസാരിച്ചപ്പോൾ യഹൂദന്മാർക്ക് അവനോട് എതിർ പറയുവാൻ വകയില്ലാതായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 6:10 നമുക്ക് വായിക്കുന്നുണ്ട്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായി ദൈവവേലയിൽ മുൻപിട്ട് നിൽക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. സഹോദരങ്ങളെ, ആത്മാവുള്ളവരാണ് അപ്രകാരം നിത്യജീവനെ കൊയ്യുന്നത്. ഗലാത്യ ലേഖനം 6-8 നമുക്കറിയാം, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് മരണത്തെ കൊയ്യും, അഥവാ നാശത്തെ കൊയ്യുമെന്ന്. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അതുകൊണ്ട് നാം ആത്മാവിൽ വിതയ്ക്കുന്നവരായി മാറണം സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മോട് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനം 8-13 പറയും, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നാം ജീവിക്കുമെന്ന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ മാത്രമേ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവ് നഷ്ടപ്പെടാത്തവരായിരിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവ് നഷ്ടപ്പെടാത്തവരായി നാം ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മാവ് നഷ്ടപ്പെട്ട് കിടക്കുന്നവനെ ഉദ്ധരിക്കേണ്ടിയിരിക്കുന്നു. അവനെ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനായി മാറ്റേണ്ടിയിരിക്കുന്നു. അത് നമ്മിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായ ഒരു ദൗത്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ വേലക്കാരായി നിത്യജീവൻ ലാക്കാക്കി നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.